ഹലോ, ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി ഇഞ്ചി ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല കിഡിലനായിട്ട് നല്ല അടിപൊളി ഒരു ഇഞ്ചി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 3 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ടാവില്ലേ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഇഞ്ചി ചെറുതാക്കിയിട്ട് ചെറുതായിട്ടല്ല, ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പാകത്തിൽ ഞാൻ കഷ്ണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു 1/2 ടീസ്പൂൺ എക്സ്ട്രാ സാദാ മുളക് പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് ചുട്ടിട്ട് ഇടാം, അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെ. ഇനി നമുക്കിതിലോട്ട് പുളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ നല്ല പോലെ ചതയല്ല വേണ്ടത്, നല്ല പോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ ചതഞ്ഞിട്ടേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് ചമ്മന്തി എന്ന് പറയുമ്പോൾ ഉരുട്ടിയെടുക്കാനും പാടില്ല, ഒരു ചട്നി രൂപത്തിൽ, നല്ല കുറുക്കി ചട്നിയുടെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കടുക് താളിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് വേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചേർത്താൽ ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ താളിച്ചാലാണ് നമുക്ക് അതിൻ്റെ ആ പച്ചച്ചോയൊക്കെ മാറി, ഇഞ്ചി ആവുന്നതുകൊണ്ട് തന്നെ പച്ചച്ചോയൊക്കെ മാറി നല്ല കിഡിലനായിട്ട് നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി അരച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് നന്നായിട്ട് ഇതിലൊന്ന് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതൊരു 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ കുഞ്ഞ് തീയിലിട്ടിട്ടൊന്ന് നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആവും. അപ്പോൾ നല്ല കിഡിലൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.